exploring travel and food. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക്, കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കണിമംഗലം പാടം. ഈ കണിമംഗലം പാടം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ നല്ല സീനറീസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ, ചെറിയ അരുവികൾ. ഇപ്പോൾ അവിടെ നടപ്പാതയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്ക ആളുകളും വൈകിട്ട് ജോഗ് ചെയ്യാനും നടക്കാനെല്ലാം ഈ ഭാഗത്ത് വരാറുണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഞാൻ മിക്ക സമയത്തും ഇതിൽ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ചെറിയൊരു കുന്ന് പോലെ കാണാം. അതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. അധികം ആരും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേരാണ് ഐനിക്കുന്ന് പാണ്ഡവഗിരി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ദേവി ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നല്ല സമയങ്ങൾ, ടെൻഷനെല്ലാം മാറി നല്ല റിഫ്രഷായിട്ട് തിരിച്ചു വരാമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരാനുള്ള ദൂരം. വെങ്ങണിശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് കാറിന് അല്ലെങ്കിൽ 2 വീലറിനോ കാറിനോ വരാൻ പറ്റിയ വഴിയാണത്. അമ്പലത്തിൻ്റെ താഴെ നമുക്ക് എത്താൻ പറ്റും. അതുകൂടാതെ സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ ഒരു വനം പോലെ തോന്നിക്കുന്ന വഴിയിലൂടെ നമുക്കിവിടെ എത്താൻ പറ്റും. ട്രെക്കിങ്ങിനും ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ആത്മീയതയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം സൈക്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, അതോടൊപ്പം പ്രാർത്ഥിക്കാം, വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. മനസ്സെന്തായാലും ഒരു റിഫ്രഷ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര മനോഹരമായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ദൂരെ തൃശ്ശൂർ സിറ്റി വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പം മഞ്ഞോ മറ്റു കാര്യങ്ങളോ പൊടിയൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാം. പൂരത്തിൻ്റെ വെടിക്കെട്ടെല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ട് അകലെ അതൊരു വേറെ രീതിയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ത്രേതായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ദേവീ വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത, ദ്വാപരയുഗത്തിൽ ഇവിടെ പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദ്രൗപദി ഇവിടെ സുമംഗലി ആയിരിക്കാനായിട്ട് ഇവിടെ തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ശില ഇപ്പോഴും അവിടെ ഒരു പ്രശ്നവുമില്ലാതെ അവിടെ കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുണ്ട്. അപ്പോൾ അതിന് ഒരു മതിലെല്ലാം ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐതിഹ്യങ്ങളും കഥകളൊക്കെയാണ് നമുക്ക് അമ്പലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് നമ്മളെ ആകർഷിക്കുന്നതും നമുക്കത് ഇഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഐതിഹ്യം ഇവിടെയുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ളൊരു ആരോഗ്യം നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു വരാം, സൈക്ലിങ്ങുമായിട്ട് അമ്പലത്തിലേക്ക് വരാം, ഏർലി മോർണിംഗോ അല്ലെങ്കിൽ വൈകിട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറച്ച് നേരത്തേക്കൊരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത്. നമുക്ക് ഇപ്പോൾ വയലെല്ലാം ഇവിടെ നമുക്ക് നല്ല വയലിൻ്റെ
പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പം മഴക്കാലത്താണെങ്കിൽ വെള്ളമായിരിക്കും, അതല്ലാത്ത അവസ്ഥയിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു സീനറി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ഒന്നുമല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം കാണാം, സൂര്യാസ്തമയം കാണാം അവിടെ നിന്നിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അധികം സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണത്. നമുക്ക് ശാന്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് നേരം അവിടുത്തെ കാറ്റെല്ലാം കൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കാഴ്ചകളെല്ലാം കാണാം. ദൂരെ നമുക്ക് പാടത്തിൻ്റെ പച്ചപ്പ് കാണാം. അകലെ തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ബോർഡറായിട്ടുള്ള നമുക്ക് കുന്നുകൾ അവ്യക്തമായിട്ട് തന്നെ കാണാം. പക്ഷേ ഈ വഴി കൂടെ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പ്രകൃതി ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു അമ്പലത്തിൽ അതിരാവിലെ അല്ലെങ്കിൽ ഒരു 5:30 ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വർത്തായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.